ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് ക്രീം ചീസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാക്കി എടുക്കുക. ഫസ്റ്റ് തന്നെ പണിപാളി, ലൈറ്റർ കത്തണില്ല. പിന്നെ ഞാൻ കത്തിച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് വേണ്ടത്. അടുത്ത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായി ഇളക്കി ഒരല്പസമയം കഴിഞ്ഞ ശേഷം 1 ടേബിൾ സ്പൂണും കൂടി വിനീഗർ ഒഴിക്കുക. പിന്നെ ഒരു ഇളം ചൂടായുള്ള സമയത്തിന് അങ്ങനെ തന്നെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ലെവലാണ് തീ വെക്കണത്. അങ്ങനെ കുറേ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ പാൽപ്പാട അങ്ങനെ പിരിഞ്ഞ് വരും. അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായി പിരിയുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് ചൂടാറുമ്പോൾ നമുക്കതൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കുക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ പാട മാത്രം കട്ടിയിൽ വേറായിട്ട് നിൽക്കും. അതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ചത് നന്നായി വെള്ളം കളയണമെന്നില്ല. അരിപ്പയിലത്തെ ഒരു ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് അതൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് അതിൽ ഇതിൻ്റെ നന്നായി വെള്ളം പോയതുകൊണ്ട് ഞാൻ 1 സ്പൂണും കൂടി നമ്മൾ മാറ്റി അരിച്ച് വെച്ചിരുന്ന ആ വെള്ളമല്ലേ, ആ വെള്ളം തന്നെ ഒരു 1/2 സ്പൂണും കൂടി ഞാൻ എടുത്തൊഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചെടുത്ത ശേഷം നന്നായി മിക്സി ജാറിലിട്ട് അരിച്ചെടുക്കുമ്പോൾ നന്നായി നൈസായി വന്നിട്ടുണ്ട്. നന്നായി അരക്കണം. നല്ല നൈസ് ക്രീം പോലെ അരച്ചെടുക്കുക. അങ്ങനെ ഈസി ആയിട്ടുള്ള ക്രീം ചീസ് റെഡി ആയിരിക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ഫ്രിഡ്ജിൽ. അതിൻ്റെ മുകളിൽ ആ എടുത്ത് വെച്ച വെള്ളം തന്നെ 1 സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഒരുപാട് നാൾ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല.